നോമ്പ് തുറക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉള്ളിപ്പക്കോടയുടെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാനൊരു 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ 1 സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി അങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയുടെ അങ്ങിട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കടലമാവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എരിവിന് ആവശ്യാനുസരണമുള്ള മുളക് പൊടിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഒന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പം ഓൾറെഡി നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് ഉള്ളിയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം നല്ല രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം എന്താ ഈ ഒരു പരുവാണ് കേട്ടോ വേണ്ടുന്നത്. നമ്മൾ ഒരുപാട് മാവിൽ വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിൽ നമുക്ക് മാവൊന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ മാവെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതങ്ങ് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഓയിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഓയിലൊന്ന് നല്ല രീതിയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് സ്പൂൺ കൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ നുള്ളി ഇട്ടിട്ടും പൊരിക്കാം. ഞാനിതിപ്പോൾ സ്പൂൺ കൊണ്ടാണ് കേട്ടോ കോരി ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ കുറേശ്ശെയായിട്ട് എല്ലാം ഒന്നിട്ടിട്ട് നമ്മളങ്ങ് പൊരിച്ചെടുക്കുകയാണേ. നമ്മൾ ചെറിയ രീതിയിലാണല്ലോ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഒരുപാട് ടൈമൊന്നും എടുക്കേണ്ട ആവശ്യം വരത്തില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതങ്ങ് പൊരിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി ഓയിൽ ഒന്നും മുക്കിയാണല്ലോ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളിയും കൂടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നമുക്കൊരു ഈവനിങ് സ്നാക്സ് ആയിട്ടും കൊടുക്കാൻ പറ്റും. സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് ചായയുടെ ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ്. പിന്നെ ഈ ഒരു നോമ്പ് കാലമാണല്ലോ, ഈ ഒരു സമയം നമുക്ക് പെട്ടെന്ന് നമ്മൾ എന്തായാലും എന്തെങ്കിലും ഒരു പൊരിപ്പ് ഐറ്റംസ് വീടുകളിൽ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്തൊക്കെ വളരെ പെട്ടെന്ന് ഒരു 2 ഉള്ളിയൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റുമാണ്, എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമാണ്. അപ്പം ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പം കുറച്ച് സോസും കൂടെ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ പാത്രം കാലിയാക്കി തരുവേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ ഒരു സെക്ഷൻ നമ്മളങ്ങ് പൊരിച്ച് മാറ്റുകയാണ്. ഇനിയിപ്പം നമുക്ക് ബാക്കിയും കൂടി നമ്മൾ ഈ ഒരു ഓയിലിലേക്ക് ഇട്ടിട്ട് അങ്ങ് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബാക്കിയും കൂടി ഇട്ടിട്ട് അങ്ങ് പൊരിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ.